മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ ടെന്റിനകത്ത് കിടന്നത്. ഒരു ടെന്റ് മാമൻ ഞങ്ങൾക്ക് വേണ്ടി ടെന്റൊക്കെ വാങ്ങിയിരുന്നു. കൊള്ളായിരുന്നു. ഞങ്ങൾ ടെന്റിലാണ് കിടന്നത്. നല്ല സുഖമുണ്ടായിരുന്നു. നല്ല ഓർക്കിടന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. നന്നായിട്ട് ഉറങ്ങി. പക്ഷെ രാവിലെയൊക്കെ ആകുമ്പോൾ തണുപ്പുണ്ടായിരുന്നു. രാവിലേക്ക് തണുപ്പായി. പക്ഷെ മാമൻ 3 കമ്പിളിയൊക്കെ വിരിച്ചു തന്നായിരുന്നു. പിന്നെ പുൽപ്പായ ഉണ്ടായിരുന്നു, വിരിപ്പുണ്ടായിരുന്നു, 2 പുതപ്പുണ്ടായിരുന്നു. അധികം തണുപ്പൊന്നും അറിഞ്ഞില്ല. ഞങ്ങളിതാ ഹുഡിയൊക്കെ ഇട്ടിട്ടാ കിടന്നു. നല്ല സുഖമായിട്ട് ഉറങ്ങി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എണീക്കാൻ പോവാണ്. എണീറ്റിട്ട് ഇന്നീ നമുക്ക് ഇന്നത്തെ പ്ലാൻ എന്താന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഡേ 3 ആണ്. ഡേ 3 അല്ല, ബാംഗ്ലൂരിലെ ഡേ 1 ആണ് അല്ലേ? ഒരു ഫുൾ ഡേയുടെ ഡേ 1 ആണ്. അപ്പം ഇന്ന് ചിലപ്പം ജയനഗർ 4th ബ്ലോക്കിലൊക്കെ ഷോപ്പിങ്ങിന് പോകണം. പക്ഷെ അത് ഈവനിങ് ആയിരിക്കും. മോർണിംഗിലെ പ്ലാൻ എന്താണെന്ന് അറിയില്ല. എന്താണെങ്കിൽ നമുക്ക് നോക്കാം. പിന്നെ ഇപ്പം ഞങ്ങൾ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് ഡേ 3 ആട്ടോ. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേന്ന് ഡേ 3, ഇനി ഡേ 4, ഡേ 5, ഡേ 6 ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് എല്ലാം എടുക്കാം, എല്ലാ വ്ളോഗായിട്ട് കൊണ്ടുവരാം. പിന്നെ ഇപ്പൊ പൊന്നിന് പുതിയൊരു പേര് കിട്ടിയിട്ടുണ്ട്, ദൊഡ്ഡക്കുള്ള സാന്ദ്ര. ദൊഡ്ഡക്കുള്ള സാന്ദ്ര. ടാറ്റാ. ദൊഡ്ഡക്കുള്ള സാന്ദ്ര എങ്ങനെ ഉണ്ടായെന്ന് ഉറക്കാം. പിന്നെ രാവിലെ അമ്മയുടെ തൊട്ടകല്ല സന്ദ്ര കേട്ടിട്ടാ ഞാൻ. തിരിച്ചാണോ ചെയ്ത് വെച്ചിരിക്കുന്നത്? അത് തീരല്ലോ. ഞാനവിടെ പണിയെടുക്കല്ലേ. ഫേമസാ ഇറ്റാലിയാൻ തോന്നുന്നത്. വന്നു മൂന്നാല് ഡ്രസ്സൊക്കെ മാറ്റി വന്നു. അതെ, മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാത്തൊരു കണ്ടോളി ബാക്കിൽ. മ്യൂസിക്കൽ ഫൗണ്ടൻ വീഡിയോ കാണലാണ് ഇവിടെ പരിപാടി. പ്രശാന്തേട്ടൻ ഒരു മാതം ഇട്ട് കൊടുക്കുക പ്ലീസ്. ഏത് കല്ലുമാണ് ഇട്ട് 5 ഉണ്ട്. നമ്മള് റെഡി ആയി ഇറങ്ങി. ഫസ്റ്റ് വെജ് ഗേറ്റിലേക്കാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. മോസ്റ്റ് വെയിറ്റഡ് സ്ഥലം പറഞ്ഞു ഏട്ടന് നല്ലോണം ഹൈപ്പ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫുഡാണ് പറഞ്ഞിട്ട്. വെജ് ഫുഡാ. പനീർ, അങ്ങനെ മഷ്റൂം, ഗോബി, ബേബിക്കോൺ, അങ്ങനെയെല്ലാം നല്ല അടിപൊളിയാണ്. ഞങ്ങൾ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരി, ഞാൻ കാണിച്ചു തരാം. മോസ്റ്റ് വെയിറ്റഡ് സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നു, വെജ് ഗേറ്റ്. ഇവിടുത്തെ ഫുഡിനാണ് ഞാൻ ബാംഗ്ലൂർക്ക് മെയിനായിട്ട് വന്നത്. ഈ ഒരു ഹോട്ടലിൽ ഞങ്ങൾ എപ്പോഴും ബാംഗ്ലൂർ വന്നാൽ കയറുന്നതാണ് കേട്ടോ. വെജ് ഗേറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. മാമൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഇവിടുത്തത്. പക്ഷേ ഏട്ടൻ്റെ ഈ വയറ്റ് ഭാഗ്യം എന്ന് പറയില്ല, അതുകൊണ്ടാണോ അറിയില്ല, അന്ന് ഞങ്ങൾ കഴിച്ച ഫുഡ് മാത്രം അവരുടെ യൂഷ്വൽ ടേസ്റ്റിൻ്റെ അത്ര എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ മുന്നേ അവിടെ നിന്ന് എപ്പോഴും നമ്മൾ കഴിക്കുമ്പോഴും ദ ബെസ്റ്റ് ആയിട്ടായിരുന്നു കേട്ടോ എല്ലാം കിട്ടാറ്. പനീർ അവിടുത്തെ സൂപ്പർ സംഭവമാണ്. ഈ പനീർ മഞ്ചൂരിയൻ ഡ്രൈ നമ്മൾ സ്റ്റാർട്ടറായിട്ട് പറയില്ലേ, അത് ഭയങ്കര അടിപൊളിയാണ്. വെജ് ഫുഡാണല്ലോ. പിന്നെ ഞങ്ങൾ എപ്പോഴും ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ വെജാണ് അധികം കോൺസെൻട്രേറ്റ് ചെയ്യാറ്. നോൺ വെജ് കഴിക്കാറില്ല അങ്ങനെ ട്രാവലൊന്നും പോകുമ്പോൾ. പക്ഷെ നമുക്ക് നോൺ വെജ് കിട്ടിയില്ല എന്നുള്ള വിഷമമൊന്നുമില്ല കേട്ടോ അവിടെ എത്തിയ. ബാക്കിലൂടെ മെയിൻ ഹൈവേ ആണ് അതോ മെട്രോ ആണോ? നല്ല രസമുണ്ട് സ്ഥലം. ഒരു സിനിമ വൈബ് കിട്ടുന്നുണ്ട്. ഒരു ഫ്രെയിം അടിക്കാം അവിടെ. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ മെയിൻ 4th ബ്ലോക്കിലാണ്. 4th ബ്ലോക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഷോപ്പ് ചെയ്യാനുള്ള ഐറ്റംസ് ഉണ്ടാവും കേട്ടോ. അടിപൊളി. എല്ലാ പ്രാവശ്യം പോയാലും അവിടെ എന്തായാലും പോകും. എവിടെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ മിസ്സായിന്ന് വിചാരിച്ചു.
ഇന്നലെ പൊന്നു കൊടുത്ത ഡ്രസ് 350 കറക്റ്റ്. ആ വലിയ അടിപൊളി ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കരുത്, പക്ഷേ ഒരു 3-4 വട്ടമൊക്കെ ഇടാൻ പറ്റും, പിന്നെ വീട്ടിലിടാൻ പറ്റും, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡ്രസ്സുകളും. പിന്നെ 1-2 പ്രാവശ്യമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന ഫാൻസികൾ, അധികം വെയിറ്റ് ഇടാത്ത സാധനങ്ങൾ ഇടാൻ പറ്റുന്ന ബാഗുകൾ, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത്. ഭയങ്കര സ്റ്റാൻഡേർഡ് സംഭവമൊന്നും കിട്ടില്ല, പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ട്. കണ്ണാ ഒച്ച് ഓ സീന് സാധനം മറ്റേ പൂപ്പ മറ്റേ ബട്ടർഫ്ലൈയുടെ വൃത്തിയോട് പറയാൻ നിൽക്കുന്നു. വൃത്തിയോട് പറയാൻ നിൽക്കുന്ന ആണോ? ഒന്നുകൂടി തോണ്ട് ഏതാ? ഞാൻ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പേസ്റ്റൽ കളറുള്ള ആ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് ചോദിക്കുന്ന അപ്പം തന്നെ വേറൊരു ചേച്ചി വന്നിട്ട് ആ സെയിം സാധനം എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ. പക്ഷേ കുറേ സ്റ്റോക്കുള്ളതുകൊണ്ട് നമുക്ക് കിട്ടി. പിന്നെ അച്ഛനും കണ്ണനും അവിടെ ബോഡി ഗാർഡ്സിൻ്റെ പോലെ ദൂരം മാറി നിന്ന് കാണൽ മാത്രമായിരുന്നു, അവർ ഷോപ്പിങ്ങിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ചെന്ന് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യമാണ്, നമുക്ക് ഈ വീട്ടിലിടുന്ന ഡ്രസ്സുകളുണ്ടല്ലോ നല്ല അടിപൊളി കിട്ടും കേട്ടോ. കാരണം നമുക്ക് എന്താണെങ്കിൽ അത് റഫ്യൂസാണ്, അധികം റേറ്റും ഉണ്ടാവില്ല, ഒരുപാട് നല്ല പ്രിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് എവിടെ നോക്കിയാലും ഒടുക്കത്തെ റേറ്റും ആണല്ലോ. പിന്നെ കുറച്ച് ബാഗ്സ് കാര്യങ്ങൾ വീട്ടിലെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനെ കുറച്ച് സാധനമൊക്കെ വാങ്ങി. നല്ല ഭംഗിയാണ് കേട്ടോ, ഡിസൈൻസൊക്കെ കാണാൻ നല്ല രസമാണ്, പല പല വെറൈറ്റി സാധനങ്ങളുണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി വാച്ചസൊക്കെ നോക്കി ചുമ്മാ, പക്ഷെ അതൊന്നും എടുക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ അമ്മയും ഇതേപോലെ ഞാനൊരു സൈഡിൽ കൂടെ ഷോപ്പ് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെ അമ്മയും ഇതുപോലെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് പോലെ. എല്ലാവരും 4 വഴിക്ക് നടന്നിട്ടായിരുന്നു. ഈ ജയനഗറിൽ എപ്പോൾ പോയി കഴിഞ്ഞാലും നമ്മളിവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടേ വരാറുള്ളൂ. പിന്നെ ഇങ്ങനത്തെ ഒരുപാട് ഈ കുട്ടി കുട്ടി കടകളുണ്ടാകും. ഇവിടുത്തെ എന്താണെന്ന് വെച്ചാൽ നല്ല റേറ്റ് കുറവായിരിക്കും, പക്ഷേ ഈ സ്ട്രീറ്റിലുള്ള പോലെ പൊടിയടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കില്ല. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാനും നല്ല എളുപ്പമായിരിക്കും കേട്ടോ. പച്ചായ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഹുഡി ടീഷർട്ട് ടൈപ്പ് ഓഫ് ഐറ്റംസ് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് പോയിട്ടുള്ളത്. കാരണം അത് ഈ സ്ട്രീറ്റിൽ അവർ ജെൻസിൻ്റെ സെക്ഷനിൽ ഉണ്ടാവാറില്ല, പൊതുവെ ഇങ്ങനെ വലിച്ചിടില്ല. ഈ ഒരു ഹുഡി നല്ല ഭംഗിയുണ്ട്, ആകെ 250-300 എന്തോ രൂപയുള്ളൂ, പക്ഷെ നല്ല കട്ടിയും നല്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു ടീഷർട്ട് അച്ചായ്ക്ക് വേണ്ടി എടുത്തു. പിന്നെയും ഞാനിങ്ങനെ പരിധി എല്ലാ സ്ഥലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ ഡ്രസ്സുകൾ ഇങ്ങനെ ഈ ഡിസ്പ്ലേക്ക് വെച്ചെടുത്ത് കൂടെ ഇങ്ങനെ വെറുതെ നടക്കാനും നോക്കാനും ഒക്കെ? വീഡിയോ കാണാനും എനിക്കിഷ്ടമാണ് കേട്ടോ. ഞാനിങ്ങനെ ആൾക്കാർ ഷോപ്പ് ചെയ്യാൻ നടന്ന വീഡിയോസൊക്കെ കാണും. ഇതിലിപ്പോൾ കാണുമ്പോൾ എനിക്ക് ചില ഡ്രസ്സോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് തോന്നിയായിരുന്നു. ഈ ഡ്രസ്സൊക്കെ ഞാൻ നോക്കി, ബട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഭയങ്കര ആ ഒരു നടുവിലൊരു ഫ്രില്ലൊക്കെ വരുന്നതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ ഒരു തടി തോന്നുന്നു വെച്ചിട്ട്. ഇത് പിന്നെ പ്യുവർ ചിക്കൻകാരിയുടെ ഷോറൂമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് റേറ്റ് കുറവൊന്നുമല്ല, നല്ല റേറ്റിൻ്റെ സാധനം തന്നെയായിരുന്നു, പക്ഷെ നല്ല ക്വാളിറ്റി സംഭവമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒന്നും എടുത്തായിരുന്നു കേട്ടോ. പ്ലെയിൻ വൈറ്റ് ചിക്കൻ കറി 1200 അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പുകൾ, ബാഗുകൾ, ഡ്രസ്സുകൾ എന്നും പറഞ്ഞിട്ട് ഇതൊരു അവസാനിക്കാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ നടന്ന് ഓരോ കടയിലും കയറും ഇറങ്ങും. അത് തന്നെയായിരുന്നു മെയിൻ പരിപാടി എന്ന് പറയണേ. പിന്നെ ഞങ്ങളെല്ലാവരും 4 ഭാഗത്തു കൂടെ പോയതുകൊണ്ട് ഓരോരുത്തർ എന്താ വാങ്ങിയിട്ടുള്ളതെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അവിടുത്തെ അമ്മയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള ബാഗായിരുന്നു. അങ്ങനെ എല്ലാവരും നടന്ന് ഏകദേശം ഒരു ക്ഷീണാവസ്ഥയിലെത്തിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഡ്രസ്സ് കാണുമ്പോൾ ക്ഷീണമൊന്നും ഉണ്ടായതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ തരാപ്പാര അത് കൂടെ ഒക്കെ നടന്നിരുന്നു കേട്ടോ. നല്ല ഭംഗി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും, പക്ഷെ ഞാനത് വെറുതെ കുറേ എണ്ണം എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതും ഇല്ല കേട്ടോ. നല്ലത് നോക്കി മാത്രം അങ്ങനെ വേണോ വേണ്ടേ അങ്ങനെ നോക്കിയിട്ട് തന്നെ ഇപ്രാവശ്യം ഡ്രസ്സുകളും കാര്യങ്ങളാണെങ്കിലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കുറേ ചവറ് പോലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം പിന്നെ നമുക്ക് അപ്പോൾ വില കുറവാന്ന് വെച്ചാൽ എടുക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് അത്ര ഒരു ഇതൊന്നും ഉണ്ടാവില്ല, പിന്നെ നമ്മൾ ഇടില്ല. ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ആ സെയിം ഡ്രസ്സ് ഈ ഒരു ഷോപ്പിൻ്റെ ഉള്ളിലും കണ്ടു കേട്ടോ, പക്ഷെ ഇവിടെ റേറ്റ് കൂടുതലാണേ. ആഫ്റ്റർ ഷോപ്പിംഗ് വണ്ടർലാ ട്രെയിൻ ബാക്ക് ടു ഹോം. ഫോറം മോളൊന്നും ഒന്നുമല്ല, ഫോറം മോളിലുണ്ട് ഇതേപോലെ ഒരു സാധനം, പക്ഷെ അവിടെ ഫുള്ള് അടഞ്ഞിട്ടാണ് കേട്ടോ. അത് വേറെ കാര്യം, ഇവിടെ അടഞ്ഞിട്ടല്ല, അതൊരു വ്യത്യാസം മാത്രമേ. നമ്മളിപ്പം പർച്ചേസ് ചെയ്ത ബിൽഡിങ്ങിന്റെ മുകളിലാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചായ്? നൈസായിരുന്നു. വാട്ട്സ് യുവർ എക്സ്പീരിയൻസ്? നൈസ്,
പക്ഷെ ചില സാധനങ്ങളൊക്കെ കേരളത്തിൽ തന്നെ ഉണ്ട് മെച്ചം. റേറ്റ് കേരളത്തിൽ ഇത് എത്ര വില പറഞ്ഞിട്ടുണ്ട് ഈ സെയിം സാധനം. പക്ഷെ ചിലത് ബാഗ്സിനൊക്കെ നല്ലതാണ്. പിന്നെ ഇതൊക്കെ പിടിക്കണ വായിക്കും. അതിനായിട്ട് ഊണ് ബാക്കിലിട്ട് വേറെ അതാക്കുമ്പോ ഐഡിയ. അതിന്റെ വായിക്കണ ആൾക്കാർക്ക് അറിയാലോ എങ്ങനെയാ കറക്റ്റ് പൊസിഷൻ എങ്ങനെയാ പിടിക്കണം. അങ്ങനെയുള്ളവര് കാണണ്ട. അങ്ങനെ ഇപ്പൊ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് എവിടെയാണ് എന്താണിത്? സൗണ്ട് വരും, പുറത്തോട്ട് വരും. പാട്ടൊക്കെ വായിക്കുന്ന പോലെ ഫീല് കറക്റ്റാ, പക്ഷെ സാധനം വരുന്നില്ല പുറത്തോട്ട്. ഹായ്, ശ്രീ ശ്രീ രവിശങ്കർ ആശ്രമത്തിലെത്തി ബാംഗ്ലൂർ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ മാമൻ നിൽക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്, സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. ഇപ്പൊ ലൈറ്റിംഗ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാത്രി ആക്കിയത്. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. ചെറുതായിട്ട് ഇന്നലെ വന്നപ്പോൾ അത്ര തണുപ്പുണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പൊ നല്ല തണുപ്പുണ്ടാക്കും. ഇന്ന് രാത്രി ഞങ്ങൾ ടെന്റിൽ എങ്ങനെ കിടക്കും. നൈസ് അറ്റ്മോസ്ഫിയർ. തിരിച്ച് കാണിച്ചു കൊടുക്കുക. ഇതല്ല കേട്ടോ, അതാണ് ആശ്രമം. ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ. ആ സ്ട്രെയിറ്റ് കാണുന്ന അതാണ് ആശ്രമം. ഞങ്ങൾ ഒരുപാട് വട്ടം വന്നതാണ്. ഞാൻ ആദ്യമായിട്ടാ. ശ്രീ ശ്രീ രവിശങ്കറിന്റെ ആശ്രമം. ഞങ്ങളൊക്കെ യോഗ ക്ലാസ് ഞങ്ങളൊക്കെ അവിടുന്ന് വണ്ടിയിലൂടെ വന്നിട്ടുണ്ട്. ഓ, ഞങ്ങളൊക്കെ ബേസിക് കോഴ്സൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചെയ്തിട്ടുണ്ട് ഓ യോഗ കോഴ്സ് എടുത്തിട്ടുണ്ട് അവിടുത്തെ. എങ്ങനെ യോഗ കോഴ്സിന്റെ അഭിപ്രായം? ചെറുതായപ്പോ എടുത്ത കുഞ്ഞായപ്പോ, പിന്നെ അത് കണ്ടിന്യൂ ആയിട്ട് അവരുടെ ബ്രീത്തിങ് എക്സസൈസിന്റെ മറ്റേ ഒക്കെ യോഗയല്ല അങ്ങനത്തെ കോഴ്സുകളൊക്കെ ഞാൻ അന്ന് ഇപ്പൊ അടുത്ത് ഓൺലൈനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കോവിഡ് ടൈമില്. അത് നല്ല അടിപൊളിയായിരുന്നു. അതല്ലാതെ റെഗുലർ യോഗയുടെയും കോഴ്സ് കഴിഞ്ഞതായിരുന്നു. അങ്ങനെ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ കാണാൻ വേണ്ടി? സ്ഥലവും ഒക്കെ സൂപ്പറല്ലേ? പക്ഷെ ഇന്ന് തിരക്കൊന്നുമില്ല. യൂഷ്വലി നല്ല തിരക്കുണ്ടാവും ഗുരുജിയുടെ ടൈമാണെങ്കിൽ. കംപ്ലീറ്റ് സോങ്സും ഭജൻസും ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഏരിയ ആണ്. നല്ല തണുപ്പുണ്ട്. യൂട്യൂബ് വീഡിയോ ഇപ്പം നമുക്ക് ആശ്രമം മൊത്തം ഒന്ന് കണ്ടാലോ? നല്ല രസമാണ് കേട്ടോ. നൈറ്റ് ആവുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ആൾക്കാർ, ഇന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ, പക്ഷേ യൂഷ്വലി ഗുരുജി ഉള്ള ദിവസമാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്നിട്ട് ഇവിടെ ഈ സത്സംഗും പിന്നെ അതേപോലെ നല്ല ഭജൻസൊക്കെ പാടി ഇങ്ങനെ നൈറ്റ് ആകുമ്പോൾ ആൾക്കാരിങ്ങനെ ഇരിക്കും. ഭയങ്കര പീസ്ഫുള്ളാണ് അറ്റ്മോസ്ഫിയർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രമല്ല ഫുൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് എല്ലാവരും മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരു വലിയ ഹാള് പോലുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാനും മെഡിറ്റേറ്റ് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. എല്ലാവരും ഇങ്ങനെ നടന്ന് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. നൈറ്റൊക്കെ ആകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വെറുതെ നടക്കാനും പിന്നെ വന്നിരിക്കാനും അങ്ങനെയൊക്കെ വരും കേട്ടോ. നല്ല രസമാണ്. ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഡേയ്സ് വരുന്ന സമയത്ത് നല്ല രസമാണ് കേട്ടോ കാണാൻ. പിന്നെ അതുകൂടാതെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഈ ഒരു ബാംഗ്ലൂർ ഏരിയയിൽ നിന്ന് മാത്രമൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ നിന്നും പിന്നെ പല പല ഇന്ത്യയിലെ പല ഏരിയയിൽ നിന്നും പിന്നെ അതേപോലെ ഫോറിനേഴ്സും അങ്ങനെയുള്ളവരൊക്കെ വരാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. ഉള്ളിൽ കാണാനും നല്ല ഭംഗിയാണ്. ഇത് ഗുരുജിയുടെ അമ്മയാണ്. അപ്പോൾ അമ്മയുടെ ഫോട്ടോ ആണിത്. ഉള്ളിൽ കണ്ടോ ഇങ്ങനെ ഭയങ്കര വിശാലമായിട്ടുള്ളൊരു ഹോളാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ നിറയെ ആൾക്കാർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നൈറ്റ് ഫുഡ് കഴിക്കാൻ പോയത്. അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് അവിടെ കയറി അവിടെ ഉള്ളത് എന്താണോ അതൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3rd ഡേ അറ്റ് ബാംഗ്ലൂർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വിസിറ്റ്, ഒരു ഷോപ്പിംഗ്
എല്ലാവരുടെ വ്ളോഗാണ്. ഇനി നാളെ വേറൊരു വ്ളോഗായിട്ട് കാണാം. ബൈ. ബൈ.